ചില ആളുകൾ നമ്മളെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, മനഃപൂർവ്വം അവഗണിക്കുന്നവരുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവർ നമ്മളെ അവഗണിച്ചത് എന്നുള്ളതാണ്. കാരണം നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനോ നമ്മളെ സ്നേഹിക്കാനോ അവർക്ക് സമയമില്ല. അതുകൊണ്ടാണ് അവർ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് വെച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ചില ആളുകളുണ്ട് 24 അവേഴ്സും അവരുടെ പുറകെ കരഞ്ഞുകൊണ്ട് നടക്കും. മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും, തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കും. അയ്യോ എന്താണ് ഇപ്പോൾ എന്നെ പണ്ടത്തെ പോലെ മൈൻഡ് ഇല്ലല്ലോ, എന്താ നിങ്ങൾ എന്നെ സ്നേഹിക്കാത്തത്, എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല, എൻ്റെ ദിവസം തന്നെ പോയിരിക്കുകയാണ്, എൻ്റെ ഡെയിലി റൊട്ടീൻസ് തെറ്റി, ഇങ്ങനെയൊക്കെ കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവരവരുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് നമ്മളോട് യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്കൊട്ടും ഇൻട്രസ്റ്റ് ഇല്ല നമ്മുടെ കാര്യത്തിൽ, അവർ പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളരെയധികം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നമ്മളുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും ഒരുപോലെ ഡിവൈഡ് ചെയ്യുന്ന പേഴ്സണാണ്. നമ്മളുടെ സ്നേഹം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവർക്കില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ കഴിവില്ല, അതുപോലെ അവർക്ക് ഭാഗ്യവുമില്ല. നമ്മളുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം അവർക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെ അവഗണിച്ച് പോയവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒറ്റയടിക്ക് അങ്ങ് വേണ്ടാതെ വയ്ക്കുക. അവർ പോയിക്കോട്ടെ, അവരില്ലെങ്കിലും നമ്മൾക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ സെൽഫ് വർത്തിന് വേണ്ടി, നമ്മളുടെ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടി നമുക്ക് നേടിയെടുക്കാൻ കുറേ ഗോൾസ് ഉണ്ട്. ആ ഗോൾസിന് വേണ്ടിയിട്ട് രാവും പകലും അധ്വാനിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ സെൽഫ് ഗ്രോത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ സ്വമതയെ അവരെ മറന്നു പോകും. ഇനി ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അവർ നമ്മളുടെ അരികിൽ വന്നിരിക്കും എന്നുള്ളതാണ് റിയാലിറ്റി. വന്നില്ലെങ്കിൽ അകലെ നിന്നെങ്കിലും നമ്മളെ ശ്രദ്ധിക്കാനും വീക്ഷിക്കാനും തുടങ്ങും എന്നുള്ളതാണ്. എന്നാൽ ഒരു ഗ്രൂപ്പ് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അവരൊരിക്കലും നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നവർ, അവരെ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. അവരെ നമ്മളുടെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. പോയവർ പോട്ടെ എന്ന് ചിന്തിക്കുക, അവരെ കളഞ്ഞേക്കുക ലൈഫിൽ നിന്നും. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ആ സമയത്ത് നമുക്ക് പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടാൻ തുടങ്ങും. നമ്മളെ വിലമതിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന ഒരുപാട് പേരെ നമ്മൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മളെ അവഗണിക്കുന്നവരെ, നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റയടിക്ക് കളഞ്ഞേക്കുക. അവരെ നമ്മൾക്കിനി വേണ്ട ലൈഫിൽ എന്നുള്ളതാണ്. ബി ഹാപ്പി.